ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ലോകപ്രശസ്ത സുവിശേഷ പ്രഘോഷകനായ ഫാദർ എമിലിൻ ടർഡിഫ് MSc എഴുതിയ ജീസസ് ഈസ് അലൈവ് എന്ന ഗ്രന്ഥത്തിൽ രസകരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: തൻ്റെ സുവിശേഷ പ്രഘോഷണ യാത്രക്കിടയിൽ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടുത്തെ സാൻഗമലീന നഗരത്തിൽ നടത്തിയ കൺവെൻഷനിൽ വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിച്ചു. കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങിയ ഫാദർ എമിലിനെ യാത്രയയക്കാൻ നഗരസഭാ അധ്യക്ഷനും എത്തിയിരുന്നു. തൻ്റെ ഭാര്യയുടെ കരൾ സംബന്ധമായ അസുഖം പ്രാർത്ഥനയിലൂടെ സുഖപ്പെട്ടതിനാൽ അദ്ദേഹം വിവശനായിരുന്നു. സ്നേഹാദരവുകളോടെ തൻ്റെ നന്ദി പ്രകടിപ്പിക്കാനായി അദ്ദേഹം ഒരു കൊച്ചു സമ്മാനം ഫാദർ എമിലിനെ ഏൽപ്പിച്ചു. ആ കൊച്ചു സമ്മാനം മനോഹരവും വിലയുറ്റതുമായ ഒരു ആനക്കൊമ്പായിരുന്നു. ഭാരമേറിയ ആനക്കൊമ്പ് മൂലം വിമാനത്താവളത്തിൽ ലഗേജിൻ്റെ ഭാരപരിധി കൂടുകയും പിഴ കൊടുക്കേണ്ടി വരികയും ചെയ്തു. അടുത്ത കൺവെൻഷൻ സ്ഥലത്തെത്തിയപ്പോൾ ആനക്കൊമ്പുകളെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരുന്ന ഒരു വ്യക്തി ആ കൊച്ചു സമ്മാനം വിസ്മയപൂർവ്വം നോക്കിക്കൊണ്ട് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു: ഫാദർ, ഇത് വളരെയധികം വിലപിടിപ്പുള്ളതാണ്. വിമാനത്താവളത്തിൽ ഇതിനെ പ്രതി പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആനക്കൊമ്പ് വ്യാപാരത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് വളരെ കർശനക്കാരാണ്. തനിക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ മൂല്യവും ഗൗരവവും അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. തുടർന്നുണ്ടായ സംഭവങ്ങൾ ഫാദർ എമിലിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ചെറിയ സമ്മാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റാൻ തുടങ്ങി. അതിനുവേണ്ടി ഒരു പ്രത്യേക സൂട്ട് കേസ് വാങ്ങേണ്ടി വന്നു. എൻ്റെ സാധനങ്ങൾ വെച്ചിരുന്ന സാധാരണ സൂട്ട് കേസിനേക്കാൾ ശ്രദ്ധയോടെ അത് കാത്തു സൂക്ഷിക്കേണ്ടി വന്നു. വിമാനത്താവളത്തിൽ അതുമൂലം വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടു. യാത്ര ആരംഭത്തിലും അവസാനത്തിലും അതിനുവേണ്ടി വിമാനത്താവളങ്ങളിൽ നികുതി അടയ്ക്കേണ്ടി വന്നു. അവസാനം അത് എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും പ്രേരിപ്പിച്ചു: ദൈവമേ, അങ്ങ് അന്ധരായ മനുഷ്യരുടെ കണ്ണുകൾ തുറക്കുന്ന ഈ സംഭവങ്ങൾ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ ആനക്കൊമ്പ് അവർ കാണാതിരിക്കാൻ അങ്ങ് ഇപ്പോൾ ദയവായി മാന്യന്മാരുടെ കണ്ണുകൾ അടയ്ക്കണമേ. അതൊരു ചെറിയ സമ്മാനമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ധ്യാന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്: ധ്യാന ദിവസങ്ങളിൽ ഞാൻ എപ്പോഴൊക്കെയോ ആരുടെയൊക്കെയോ വീട്ടിൽ തങ്ങിയോ അപ്പോഴൊക്കെ എനിക്കത് എൻ്റെ കട്ടിലിനിടയിൽ ഒളിപ്പിച്ച് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. ധ്യാന പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പതിവായി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എൻ്റെ ആനക്കൊമ്പ് പരിശോധിക്കലാണ്. ചിലപ്പോൾ ഞാനതിനെ വിസ്മയത്തോടെ നോക്കിയിരിക്കും. പിന്നെ പതുക്കെ അതിനെയൊന്ന് തലോടും, വീണ്ടും പൊതിഞ്ഞ് കെട്ടിവെക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ആനക്കൊമ്പ് കിട്ടിയതിന് ശേഷം തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഉത്കണ്ഠകളെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കാനിടയായി. സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു. വളരെയധികം പണവും ഊർജവും ആനക്കൊമ്പ് സംരക്ഷണത്തിനായി മാറ്റിവെച്ചു. മനസ്സ് ദൈവരാജ്യത്തിൽ നിന്നും മാറിപ്പോയി. ഈ സത്യം തിരിച്ചറിഞ്ഞ ഫാദർ എമിലിൻ ടർഡിഫ് ഉറക്കെ വിളിച്ചു പറഞ്ഞു: ദൈവമേ, ദരിദ്രർ അനുഗ്രഹീതർ എന്ന് പറഞ്ഞ് എത്രയോ ശരിയാണ്. ഈ ആനക്കൊമ്പ് ഇല്ലാതിരുന്നപ്പോൾ എനിക്കുണ്ടായ എല്ലാ തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ലായിരുന്നു. അതേ ഉടനെ തന്നെ ആ ആനക്കൊമ്പെടുത്ത് താൻ അപ്പോൾ താമസിച്ചിരുന്ന കോൺവെൻറ്റിലെ സുപ്പീരിയറിന് സമ്മാനിച്ചു. അതോടെ അമിതമായ ലഗേജ് ചാർജുകളും പ്രാർത്ഥനാ സമയത്തെ പല വിചാരങ്ങളും ലഗേജ് ചാർജും എല്ലാം അപ്രത്യക്ഷമായി. ആനക്കൊമ്പുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും ലക്ഷ്യബോധങ്ങളും തകർക്കും, ആന്തരികമായി നമ്മെ ദുർബലരാക്കുകയും ചെയ്യും. ഇവിടെ ആനക്കൊമ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അനാവശ്യ കാര്യങ്ങളാണ്. റോമാ സാമ്രാജ്യത്തിൽ സഭ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്ത നാൾ മുതൽ ഇന്ന് വരെ ലോകം സഭയ്ക്ക് സമ്മാനിച്ച ആനക്കൊമ്പുകൾ നിരവധിയാണ്. പല രാജ്യങ്ങളിലും ഭൗതിക സ്വത്തുക്കൾ, അധികാരങ്ങളും സ്ഥാനമാവുന്ന ആനക്കൊമ്പുകളെ കാത്തു സൂക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ സഭ അവളുടെ അടിസ്ഥാന ദൗത്യം മറന്നു പോകുന്നു.
ഇതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സഭയ്ക്ക് സംഭവിച്ചതും ഇന്ത്യയിലെ സഭയ്ക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. കുറെ നാൾ മുമ്പ് നമ്മുടെ സഭയ്ക്കുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്നുള്ളത്. മാറ്റങ്ങൾ ഒരുപാട് വന്നു. കാരണം ആത്മാക്കൾ രക്ഷിക്കാനുള്ള വിളിക്കിട്ടിയിരുന്ന പല വ്യക്തികളും ഭൗതികതയുടെ സൂക്ഷിപ്പുകാരായി മാറി സുവിശേഷം പ്രസംഗിക്കലല്ല, മറിച്ചെന്താണ് സ്കൂളിൻ്റെ ചെതല് തട്ടലും മറ്റുള്ള പള്ളിപ്പണികളിലും മറ്റുള്ള വ്യാപാര സമുച്ചയങ്ങളുടെ നോക്കി നടത്തിപ്പുമൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്യാസ സമർപ്പിത മേഖലയിലെ യഥാർത്ഥമല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടവർ സ്ഥാപനങ്ങളാകുന്ന ആനക്കൊമ്പുകൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കർത്താവിന് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ പോലും പിടിച്ചു തൂങ്ങാനുള്ള ഭംഗിവാക്ക് മാത്രമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. പണ്ടൊക്കെ ലോകാരൂപിയിൽ നിന്നും ജീവിത വ്യഗ്രതയിൽ നിന്നും ഒക്കെ മാറി നമുക്ക് നടക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ലോകത്തിലെ മനുഷ്യരെല്ലാം ജീവ്യഗ്രത, സന്യാസ സമൂഹമായാലും ഏത് സമൂഹമായാലും ജീവിത വ്യഗ്രതയും ഭൗതികതയിലും ആഴ്ന്നിറങ്ങിയ ജീവിതമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ആനക്കൊമ്പ് ഏതൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഒരു കെണിയായി മാറാം. അത് ആരായിക്കോട്ടെ, സന്യാസിയായിട്ട്, സന്യാസിനെയായിട്ട്, ആത്മായനായിക്കോട്ടെ, ആരായാലും അതൊരു നമ്മുടെ ജീവിതത്തിലെ കെണിയായിട്ട് മാറും. ആനക്കൊമ്പിന് അത് നമ്മളെ ഓരോരുത്തരെയും ഒരു കെണിയാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ ആനക്കൊമ്പെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ TV ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മൊബൈലായിരിക്കാം. അതുപോലെ തന്നെ പല രീതിയിലുള്ള ചിന്തകൾ കടന്നു വരാം. ചിലപ്പോൾ നമ്മുടെ കുലീനത്വം, നമ്മുടെ ഡിഗ്രി, നമ്മുടെ റീത്ത്, നമ്മുടെ സഭ, നമുക്ക് കിട്ടിയ അംഗീകാരം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആനക്കൊമ്പുകളായി മാറാം. നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? ദൈവീക ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റുന്നുണ്ടോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ആനക്കൊമ്പുകൾ ദൈവിക ദൗത്യത്തിൽ നമ്മളെ പിൻവലിക്കുന്നുണ്ടോ എന്ന് മാത്രമായി ചിന്തിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നമ്മുടെ ദൗത്യം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷവൽക്കരണമാണ്. അതിനായി എതിരായിട്ട് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന ആനക്കൊമ്പുകളെ എടുത്തെറിഞ്ഞില്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണതയിലൂടെ നിറവേറ്റാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതൊരു പൈശാചിക ബന്ധനമാണ്. അത്തരം ആനക്കൊമ്പുകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ യഥാസ്ഥാനം നിരാകരിക്കാനും അത് വേണ്ടയിടത്ത് ഏൽപ്പിക്കാനും അല്ലെങ്കിൽ വലിച്ചെറിയാനുള്ള തൻ്റെ നമ്മൾ കാണിച്ചാൽ മാത്രമേ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആനക്കൊമ്പുകളെ തിരിച്ചറിയാനും അതിന് പകരമായിട്ട് നിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഞങ്ങളുടെ മനസ്സിനെ കർത്താവെ പാകപ്പെടുത്തണമേ. അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വചനങ്ങൾക്ക് ആഴ്ന്നിറങ്ങി ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.